ആരാണ് സ്ത്രീ എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി ഏതാ? ആ മറുപടി അറിയണമെങ്കിൽ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീത്വത്തെ കുറിച്ച് കൂടിയുള്ള ആ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ പ്രതീകമായി ലോകം മുഴുവൻ മനസ്സിലാക്കിയിരുന്ന يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്നതിനാൽ ഒരു പെണ്ണിന്റെ പിതാവിന്റെ മേൽവിലാസത്തിൽ അറിയപ്പെടണോ? അതെല്ലാം അപമാനം പേറിയിട്ട് ആ പെണ്ണിനെ ജീവിപ്പിക്കണോ? അതെല്ലാം ആ പെണ്ണിനെ മണ്ണിൽ കുടിച്ചു മൂടണോ എന്ന സന്ദേഹത്തിന്റെ നടുവില് പെണ്ണിനെ ജീവനോട് കുടിച്ചു മൂടിയ കാട്ടാള സമൂഹത്തിന്റെ നടുവില് മദീനത്തെ പള്ളിയുടെ ഈത്തപ്പനമരത്തിന്റെ ഓല കൊണ്ട് ചാരി വെച്ച മസ്ജിദ് നബവിയുടെ ഭിത്തിയിൽ ചാരിയിരുന്നു ലോകത്തിന്റെ സ്ത്രീത്വത്തിന്റെ സത്യത്തിന്റെ പുനരുദ്ധാരണത്തിൽ വന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സഹാബത്തിനോട് പറയാ, സഹാബാ, എന്റെ പ്രിയപ്പെട്ട സഹാബാ, ലോകത്തിലെ സൗഭാഗ്യം ലഭിച്ച പുരുഷനാണെന്നറിയോ? ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമേതാ? ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ അടുക്കൽ നിന്ന് വിലമതിക്കാൻ കഴിയാത്ത സൗഭാഗ്യം ലഭിച്ച ഒരു പുരുഷനാരെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഈമായ നബിയോട് സഹാബത്ത് പറഞ്ഞതിലൂടെ വിശാലമായ വിഷയ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരു കടികാര നിർബന്ധതയോട് തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പറയാ. ഏറ്റവും സൗഭാഗ്യവാനായ പുരുഷനാണെന്നറിയോ? ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം 1 മാസം 980 കോടി രൂപ വരുമാനമുള്ള റിലയൻസ് സാമ്രാജ്യത്തിന്റെ അധിപതിയായ കഴിഞ്ഞ മാസം ഫോർബ്സ് മാസിക ഇന്ത്യ രാജ്യത്തിലെ 1ാമത്തെ കോടീശ്വരനായി തെരഞ്ഞെടുത്ത മുകേഷ് അംബാനിയും അനിൽ അംബാനിയും അവര് വലിയ ഭാഗ്യവാന്മാരായ പുരുഷന്മാരാണെന്ന് പറഞ്ഞേക്കാം. അണിക്കടലിന്റെ മറുഭാഗത്ത് അഭിമുഖമായി നിൽക്കുന്ന 140 ബെഡ്റൂമുകളുള്ള 4 സിനിമാ തിയേറ്ററുകളുള്ള 8ഓളം ബോളിവുഡിന്റെ സിനിമാ താരങ്ങളുടെ തിയേറ്ററുകളുള്ള 140 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ കഴിയുന്ന മാസ്മരീക വസതിയിൽ അറബിക്കടലിന്റെ തിരമാലകളോട് കഥ പറയുന്ന മട്ടുപ്പാവിൽ നിന്ന് അറബിക്കടലിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് വരുന്ന തെളിനീരാസ്വദിക്കുന്ന മുകേഷ് അംബാനി ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നും ഭാഗ്യമല്ലല്ലോ. ഏറ്റവും വലിയ ഭാഗ്യമേതാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു പുരുഷന് 4 കാര്യം അല്ലാഹു നൽകിയാൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാ. അതിലൊന്നാമത്തേത് ലിസാനുൻ ദാഖിറുൻ, ഒരു പടച്ചറപ്പിനെ ദിക്ർ ചെയ്യുന്ന ഒരു നാവുകൾ കൊണ്ടോ ഏത് സമയത്തും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന പടച്ചറപ്പിനെ സ്മരിക്കുന്ന ഒരു ദിക്ർ ചെയ്യുന്ന നാവ് അല്ലാഹു നൽകിയ. ഏത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വന്നാൽ പരീക്ഷണത്തിന്റെ കനൽപ്പദങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോ ആ സമയത്തെല്ലാം വല്ലദീന ഇദാ സാവത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെല്ലാം എന്റെ റബ്ബറിയാൽ എന്റെ ജീവിതത്തിലൊരു പ്രയാസം വരില്ല എന്ന ഈമാനോടെ തന്റെ ശരീരത്തെ ആ പരീക്ഷണങ്ങളുടെ മുമ്പ് തരണം ചെയ്യാൻ കഴിയുന്ന ക്ഷമയുള്ളൊരു ശരീരം അല്ലാഹു നൽകിയോ. മൂന്നാമത്തേത് വഖൽബുൻ ഖാശൂൻ, ഏത് ഹറാമിലേക്കും ആടുവിലേക്കും അല്ലാഹുവിനെ പേടിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന പടച്ചറപ്പിനെ പേടിയുള്ള, നരകത്തെ പേടിയുള്ള, സിറാത്തിനെ പേടിയുള്ള, മീസാനിനെ ഭയമുള്ള, ഹിസാബിനെ എപ്പോഴും ഓർക്കുന്ന ഒരു ഹൃദയം അല്ലാഹു നിനക്ക് നൽകിയോ ചെറുപ്പക്കാരാ. ഈ മൂന്നും ഒരു പുരുഷ സൗഭാഗ്യത്തിന്റെ ജീവിതത്തിന്റെ മാനദണ്ഡമാ. 4ാമത്തെ സൗഭാഗ്യമേതെന്നറിയോ? ആ സൗഭാഗ്യമാണ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അവന് സഹായം നൽകുന്ന, അവന്റെ ഊന്നുപടിയായി മാറുന്ന, അവന് സാന്ത്വനമായി, കുളിർത്തങ്ങളായി, ഊന്നുപടിയായി, ആശയായി, അഭിലാഷമായി, ഏത് സമയത്തും നിഴല് പോലെ അവൻ താഴെ വീഴുമ്പോൾ അവന് താങ്ങാൻ കഴിയുന്ന ഒരു ഭാര്യവന് കിട്ടിയോ. അതൊരു പുരുഷ സൗഭാഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണെന്ന് അടിച്ചുമർത്തപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ വിമോചകനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
രണ്ട് കാര്യം നിർബന്ധം. ഒന്ന് ആമീൻ പറയണം, രണ്ട് സലാത്ത് ചൊല്ലണം. അതിനല്ല പിന്നെ നമ്മൾ എന്തിനൊന്ന് നാട്യം കാണാം. ഞാൻ വിഷയം വീട്ടുകാരെത്തിയൊന്നും പറയില്ല, വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുക, വളരെ വ്യക്തമായി പറയുക. സദസ്സിന്റെ സഹകരണം ഉണ്ടാവണം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. സ്വർണം തന്നില്ലേലും എനിക്ക് പ്രശ്നമില്ല, പൈസ തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, അത് അതിന്റെ വഴിക്കങ്ങോട്ട് പോകും. രണ്ട് കാര്യം നിർബന്ധമാണ് ഈ സദസ്സിൽ. ഒന്ന് സലാത്ത് ചൊല്ലണം, രണ്ട് ആമീൻ പറയും. സലാത്ത് ചൊല്ലിയാൽ ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല, സലാത്ത് ചൊല്ലാതെ ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ പിന്നെ ഇതേത് നമ്മൾ ജംബോ സർക്കസ് കണ്ടിട്ട് ആ വളയത്തിന്റെ ഉള്ളിലൂടെ ചാടുന്ന കുരങ്ങിന്റെ മെയ്വഴക്കം കണ്ടും അവസാനം അഭിപ്രായം പറഞ്ഞ് തിരിച്ചു പോകുന്ന ഫകാനത്ത് ഹബാഅൻ മൻസൂറ, വിതറപ്പെട്ട ധൂളികളെ പോലെ അന്തരീക്ഷത്തിൽ വലിച്ചെറിയപ്പെട്ടതിലെ വാക്കുകളായി അവസാനിക്കുമെന്നതിനപ്പുറം ഈ സദസ്സ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇതാണ് പെണ്ണിനെ കുറിച്ചുള്ള ഏറ്റവും അവസാനത്തെ വാക്ക്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാതെ വള്ളത്തോള് പറഞ്ഞതുപോലെ തക്കുമ്പോൾ പറയുവാ സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീയെന്നു വിളിച്ചിടാം. വള്ളത്തോള് പറഞ്ഞ കൗശലം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഈ അക്ഷരത്തെ, ഈ ആളുപത്തെ നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പുരുഷന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനപ്പുറത്തേക്ക് വേറെ സൗഭാഗ്യമില്ല.